Hello students, so let's discuss ferromagnetic domains and hysteresis. So ferromagnetic domain എന്ന് പറയുന്നത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ് റീജിയനെയാണ് ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മൾക്ക് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു സ്പെസിമെനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ മെറ്റീരിയൽ സ്മോളർ റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സ്മോളർ റീജിയൻസിലും ഡൈപോൾ മൊമെൻറ്റ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ്. ഈ ഒരു റീജിയൻ എടുത്താൽ ഇവിടെയെല്ലാം ഡൈപോൾ മൊമെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു മാഗ്നറ്റൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദ മാഗ്നറ്റൈസേഷൻ ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. So domain is called the smaller regions which are spontaneously magnetized. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ ഫെറോമാഗ്നറ്റിക് ഡൊമെയിൻ എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ അപ്ലൈയിങ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? എല്ലാ ഡൊമെയിൻസും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. സോ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബിഫോർ മാഗ്നറ്റൈസേഷൻ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്, ആഫ്റ്റർ മാഗ്നറ്റൈസേഷൻ ഡൊമെയിൻസ് എല്ലാം ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. സോ ഫിഗർ എയിൽ നമുക്ക് കാണാം 4 ഡൊമെയിൻസ് ആണ് ഫിഗർ എയിലുള്ളത്, അതായത് 4 സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള റീജിയൻസ്. സോ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓരോ ഡൊമെയിൻസും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. After applying an external magnetic field, shows the figure B and C. So externally magnetic field apply ചെയ്യുമ്പോഴാണ് ഫിഗർ ബിയും ഫിഗർ സിയും നമുക്ക് കിട്ടുന്നത്. സോ ആദ്യം ഫിഗർ ബി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എല്ലാ ഡൊമെയിൻസും ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. സോ ഇവിടെ ഈ സ്പെസിമനിൽ പകുതിയിലേറെ ഭാഗം ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്തു. സോ വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദ ഡൊമെയിൻസ് പോയിൻറ്റിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് ഗ്രോസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദോസ് പോയിൻറ്റിംഗ് ഇൻ ദി അതർ ഡയറക്ഷൻസ് ലീഡിംഗ് ടു സം നോൺ സീറോ മാഗ്നറ്റൈസേഷൻ ഇൻ ദി മെറ്റീരിയൽ. സോ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അപ്വേർഡാണ്. സോ ഡൊമെയിനിലുള്ള ഇവിടെ 4 ഡൊമെയിൻസ് ആണുള്ളത്, അതിലെ ഒരു ഡൊമെയിൻ്റെ ഡയറക്ഷനും അപ്വേർഡാണ്. സോ അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഈ റീജിയൻ എന്ത് ചെയ്യും? ഗ്രോ ചെയ്യാൻ തുടങ്ങും. സോ വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദ ഡൊമെയിൻ വിച്ച് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഗ്രോസ് ലീഡിംഗ് ടു എ നോൺ സീറോ മാഗ്നറ്റൈസേഷൻ. ഇനി ഫിഗർ സിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റും, എല്ലാ ഡൈപോളിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റും ആ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. സോ ദാറ്റ് ഈസ് ഫിഗർ സി. സോ ഹിയർ ദർ ഈസ് എ റൊട്ടേഷൻ ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് വേരിയസ് ഡൊമെയിൻസ് ഡിപ്പെൻഡിങ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി എക്സ്റ്റേണൽ ഫീൽഡ്. സോ അതായത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്, അതായത് ഹൈ മാഗ്നറ്റിക് ഫീൽഡാണ്. സോ ഇത്രയും സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റിൽ എല്ലാ ഡൈപോൾസും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഗർ ബി ആൻഡ് ഫിഗർ സി. സോ നെക്സ്റ്റ് ഈസ് hysteresis in ferromagnet. The relation between magnetization M or the magnetic flux density B and the magnetizing field intensity H in ferromagnetic substance is non-linear and shows hysteresis. അതായത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അങ്ങനെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷനും, അതായത് ബിയും ലീനിയർ അല്ല, അതൊരു നോൺ ലീനിയർ റിലേഷനാണ് കാണിക്കുന്നത്. സോ ഇൻ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ദ റിലേഷൻ ബിറ്റ്വീൻ H and B is not linear
ഇറ്റ് ഈസ് നോൺ ലീനിയർ ആൻഡ് ഷോസ് ഹിസ്റ്ററിസിസ്. സോ ഇവിടെ നമ്മൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് അതായത് എച്ച് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം. പോസിറ്റീവ് ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യാം, നെഗറ്റീവ് ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എച്ച് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് മെഷർ ചെയ്യാം? മാഗ്നറ്റൈസേഷൻ മെഷർ ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്ററിസിസ് ലൂപ്പിലെ ഓരോ പാർട്ടായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് റീജിയൻ ആണ് 0 to A. 0 to A എന്നുള്ള റീജിയൻ്റെ പ്രത്യേകത, ആ റീജിയൻ ഓൾമോസ്റ്റ് ലീനിയർ ആണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എച്ച് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ലീനിയർ ആയിട്ടാണ്. അതാണ് 0 to A. ഇനി കാണുന്നത് എ എന്നുള്ള പോയിന്റിനെയാണ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. സാച്ചുറേഷൻ പോയിന്റ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് എത്ര ഇൻക്രീസ് ചെയ്താലും ഇനി മാഗ്നറ്റൈസേഷൻ ഇൻക്രീസ് ചെയ്യില്ല. അതായത് എ ആണ് മാക്സിമം കിട്ടാവുന്ന മാഗ്നറ്റൈസേഷൻ. സോ അറ്റ് ദി പോയിന്റ് എ all the domains are aligned in the field direction and an additional increase in the magnetizing field will not produce any change in the value of B. അതായത് നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കണ്ടതാണ് ഡൊമെയിൻ. സോ ഡൊമെയിൻ വെച്ച് പറയുകയാണെങ്കിൽ എ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും എല്ലാ ഡൊമെയിൻസും ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞു. സോ എ എന്നുള്ള പോയിന്റിന് ശേഷം എത്ര മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും മാഗ്നറ്റൈസേഷൻ ഇൻക്രീസ് ചെയ്യില്ല. സോ ദ മെറ്റീരിയൽ അറ്റെയിൻസ് എ സ്റ്റേറ്റ് ഓഫ് മാഗ്നറ്റിക് സാച്ചുറേഷൻ അറ്റ് ദി പോയിന്റ് എ. നെക്സ്റ്റ് റീജിയൻ ആണ് A to BR. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചു, മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്തു. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്തപ്പോഴേക്കും മാഗ്നറ്റൈസേഷനും കുറഞ്ഞു. പക്ഷെ മാഗ്നറ്റൈസേഷൻ കുറയുന്നത് 0 to A എന്നുള്ള ഡയറക്ഷനിലല്ല തിരിച്ച് കുറഞ്ഞു വരുന്നത്. അത് മറ്റൊരു പാത്ത് എടുത്തിട്ടാണ് കുറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം A to BR. So here there exists some non-zero value of magnetic field BR even after removing the magnetizing field altogether. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എച്ച് കുറച്ചപ്പോഴേക്കും മാഗ്നറ്റൈസേഷൻ കുറഞ്ഞു. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് 0 ആക്കിയപ്പോഴും, അതായത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആക്കിയപ്പോൾ ദർ ഇസ് സ്റ്റിൽ എ മാഗ്നറ്റൈസേഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് 0 ആക്കിയപ്പോഴും നമ്മൾക്കൊരു മാഗ്നറ്റൈസേഷൻ ബി ആർ പ്രസൻറ്റ് ആണ്. സോ ബി ആറിനെ പറയുന്നതാണ് റിറ്റൻറ്റിവിറ്റി. The point BR is called retentivity and BR is called the residual flux density or the retentivity of the material. So ഇവിടെ എന്താണ്? B is lagging behind H. So the phenomenon of B lagging behind H is called hysteresis. So B ഇവിടെ ലാഗ് ചെയ്യാണ് എച്ചിനേക്കാളും. ആൻഡ് ദ ഫിനോമിനൻ ഓഫ് ബി ലാഗിങ് ബിഹൈൻഡ് എച്ച് ഇസ് കോൾഡ് ദി ഹിസ്റ്ററിസിസ്. ദി എക്സിസ്റ്റൻസ് ഓഫ് ബി ആർ ഇസ് ദ റീസൺ ഫോർ ദി ഒക്കറൻസ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. സോ പെർമനൻറ്റ് മാഗ്നറ്റ് പ്രസൻറ്റ് ആവാനുള്ള കാരണം എന്താണ്? പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മാഗ്നറ്റിസം ഷോ ചെയ്യുന്ന മെറ്റീരിയലാണ് പെർമനൻറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് 0 ആക്കിയപ്പോഴും ദർ ഈസ് എ മാഗ്നറ്റൈസേഷൻ, ദാറ്റ് ഈസ് ദി റിറ്റൻറ്റിവിറ്റി ഓർ ദി റെസിഡുവൽ ഫ്ലക്സ് ഡെൻസിറ്റി. സോ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ വെൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഇസ് റെഡ്യൂസ്ഡ് ടു 0. സോ നമ്മൾ ബി ആർ വരെ കണ്ടു. ഇനി എന്ത് ചെയ്തു? The magnetic field is decreased in the negative direction.
മാഗ്നറ്റിക് ഫീൽഡ് 0 വരെ എത്തി. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കുറച്ച് ഒരു നെഗറ്റീവ് ഡയറക്ഷനിൽ കൊണ്ടുപോയി. സോ നെഗറ്റീവ് ഡയറക്ഷനിൽ കൊണ്ടുപോയി there is a point in which the magnetization 0. സോ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് 0 വരെ എത്തി. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ ആണ് BR. അതിനുശേഷം വീണ്ടും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചു, മാഗ്നറ്റൈസേഷൻ 0 ആക്കി. ഹിയർ the magnetization is 0 and magnetic field is in the negative direction and the magnetic field is minus HC. മാഗ്നറ്റിക് ഫീൽഡ് ആണ് -HC. അവിടെ മാഗ്നറ്റൈസേഷൻ 0 ആണ്. അതായത് when H is increased negatively, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് ഇൻക്രീസ് ചെയ്തു, B becomes 0. അതായത് മാഗ്നറ്റൈസേഷൻ അപ്പോൾ 0 ആയി. And the point is called the coercive field intensity or coercivity of the magnetic material. അതായത് മാഗ്നറ്റൈസേഷൻ 0 ആക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കോയേഴ്സീവ് ഫീൽഡ് അല്ലെങ്കിൽ കോയേഴ്സിവിറ്റി ഓഫ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. സോ നമ്മളിപ്പോൾ കണ്ടത് ഏതൊക്കെയാണ്? 0 to A എന്നുള്ള ഡയറക്ഷനിൽ ഓൾമോസ്റ്റ് കർവ് ലീനിയർ ആണ്. A is the സാച്ചുറേഷൻ പോയിന്റ്. അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചു. മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് വന്ന് എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് അവസാനം 0 ആവുമ്പോഴും there is a magnetization, that is BR, which is called retentivity. അതിനുശേഷം മാഗ്നറ്റിക് ഫീൽഡ് 0യിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു. സോ ദാറ്റ് മാഗ്നറ്റൈസേഷൻ നമ്മൾ 0 ആക്കി വെച്ചു. സോ മാഗ്നറ്റൈസേഷൻ 0 ആവാൻ വേണ്ടി നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡാണ് കോയേഴ്സിവിറ്റി ഓർ കോയേഴ്സീവ് ഫീൽഡ്. സോ ഇതുവരെ നമ്മൾ കണ്ടു. ഇനി എന്താ ചെയ്യുന്നത്? ഫർദർ ഇൻക്രീസ് ഇൻ H in the negative direction to reach the point A prime, which is a magnetic saturation point, and a reverse in its direction to reach A, complete the hysteresis loop. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സാച്ചുറേഷൻ കണ്ടു. ദാറ്റ് ഈസ് ദി സാച്ചുറേഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് റിവേഴ്സ് ഡയറക്ഷനിലും സാച്ചുറേഷൻ പോയിന്റ് കാണുന്നതാണ് A പ്രൈം. അങ്ങനെ നമ്മൾ ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ഒരു ലൂപ്പിൻ്റെ ഏരിയ എന്നുള്ളത് എനർജി ലോസ് പെർ യൂണിറ്റ് വോളിയമാണ്. ദി ഏരിയ ഓഫ് ദി ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഗീവ്സ് ദി എനർജി ലോസ് പെർ യൂണിറ്റ് വോളിയം ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ദി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. സോ എനർജി ലോസ് ചെയ്യുക എന്ന് വെച്ചാൽ യെസ്, ദ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. സോ അതായത് ഒരു മെറ്റീരിയലിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച് അതിൻ്റെ എനർജി ലോസ് കൂടുതലായിരിക്കും. സോ പ്രാക്ടിക്കലി നമ്മളൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഏരിയ ഏറ്റവും കുറഞ്ഞത് നോക്കി വേണം സെലക്ട് ചെയ്യാൻ. ദി നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഗീവ്സ് ലെസ് ലോസ് ഇൻ എനർജി. ഓക്കെ, അതുപോലെ ഓരോ മെറ്റീരിയൽ അനുസരിച്ച് ഈ ലൂപ്പിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരാം. ദർ ക്യാൻ ബി ചേഞ്ച് ഇൻ ദി ഷേപ്പ് ഓഫ് ദി ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഫ്രം മെറ്റീരിയൽ ടു മെറ്റീരിയൽ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ hysteresis loop. I hope you understand and we'll see you in the next class. Thank you for listening.